Hello, I am Malavika Vinod. I am doing CA articleship. Lecture CA Intermediate Foundation coaching and I am here to share my experience in the first CSEET held on 29th August 2020 through remote proctoring mode. Remote proctoring, as we know, first time experience. I don't know its technical requirements, do's, don'ts, all such guidelines will be provided by ICSI. Since it is a first time experience, there will be lot of confusions, doubts regarding this remote proctored mode. However, as we attend a mock test, we will be getting clarification on all such doubts. Full time നമ്മുടെ വീഡിയോ റെക്കോർഡ് തന്നെ ആയിരിക്കും മെയിൻ എക്സാമിനേഷൻ ആസ് വെൽ ആസ് ഇൻ മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് ഈസ് ആക്ച്വലി ശരിക്കും എക്സാം എങ്ങനെയാണെന്ന് നമ്മുടെ മെയിൻ എക്സാം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മോക്ക് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനി നോയ്സ് ഓർ കോൺവെർസേഷൻ ഇൻ അവർ റൂം വിൽ ബി displayed in the screen, like noise or conversation behind അങ്ങനെ ഒരു message they will show. If at any time our face is not towards the screen, that message will also be shown, like face not towards screen അങ്ങനെ ഒരു message they will show. Also we will be provided with a helpline number so that we can contact them in case we face any technical issues during the examination. Regarding subjects and papers, we are having 4 papers. Paper 1 business communication, paper 2 legal aptitude and logical reasoning, paper 3 business economics, and paper 4 current affairs, presentation and communication skills. Regarding paper 1, questions were mainly text based എന്ന് പറയുമ്പോൾ റെഫറൻസ് മെറ്റീരിയലിൻ്റെ അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല, ബട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾസോ വെർ ദെയർ. പക്ഷേ ഇഫ് യു നോ ദ ടെക്സ്റ്റ് തെറലി, റെഫറൻസ് മെറ്റീരിയൽ തെറലി, വി വിൽ ബി ഏബിൾ ടു ആൻസർ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെയിൻലി. ഗ്രാമർ പോർഷൻ നല്ലപോലെ തന്നെ ഉണ്ടായിരുന്നു, ലൈക്ക് സിനോണിംസ്, ആൻറ്റോണിംസ്, ATMs, അതൊക്കെ ബേസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ റൈറ്റിംഗ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ബിസിനസ് വേൾഡ്, ലൈക്ക് ഇമെയിൽസ്, മെമ്മോറാൻഡം, സർക്കുലേഴ്സ്, അതൊക്കെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് were also there. Regarding legal aptitude and logical reasoning, legal aptitude questions were mainly from the text, general law ആയാലും company law ആയാലും text based questions തന്നെയായിരുന്നു. And regarding logical reasoning, there were blood relations, there were figure based questions, pattern based questions were there, number series were there. But as we know, we cannot use pen and paper for the examinations. ഫുൾ ടൈം ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ടൈം ഫേസ് സ്ക്രീനിൽ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ താഴോട്ട് നോക്കി എഴുതുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ദേ വിൽ ഗിവ് എ മെസ്സേജ്. ഓക്കെ, അപ്പം വി കനോട്ട് യൂസ് പെൻ ആൻഡ് പേപ്പർ. അതുപോലെ ബട്ട് പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യേണ്ട തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടായിരുന്നില്ല. മെൻ്റലി തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അരിത്തമെറ്റിക്സ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ വി കുഡ് കാൽക്കുലേറ്റ് ഇറ്റ് മെൻ്റലി. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. Regarding paper 3 business economics, test related questions തന്നെയായിരുന്നു, ലൈക്ക് മോക്ക് ടെസ്റ്റിൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, സാമ്പിൾ ക്വസ്റ്റ്യൻസ് ബേസ്ഡ്, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എക്കണോമിക്സിനും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആസ് വെൽ ആസ് സം ട്രിക്കി ക്വസ്റ്റ്യൻസ് വെർ ഓൾസോ ദെയർ. Regarding paper 4 current affairs as well presentation and communication skills, കറണ്ട് അഫെയർസ് കുറച്ച് നമ്മൾ അപ്ഡേറ്റഡ് തന്നെ ആയിരിക്കണം. ടെക്സ്റ്റ് നമ്മുടെ റെഫറൻസ് മെറ്റീരിയൽ ഈസ് ദ ബേസ്, ബട്ട് ആ റെഫറൻസ് മെറ്റീരിയലിൻ്റെ സിലബസ് വെച്ചിട്ട് തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വി ആർ സപ്പോസ് ടു നോ. ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ തന്നെ ഈ ബുള്ളറ്റിൻസ് ആർ ഇഷ്യൂഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ത്ലി ഫോർ CSEET സ്റ്റുഡൻസ്. ഈ ബുള്ളറ്റിൻസ് ആർ ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. അതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ ദെയർ ഇൻ ഈ ബുള്ളറ്റിൻസ്. അപ്പോൾ അതിനകത്തൊക്കെ കുറേ കറണ്ട് അഫെയർസിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആസ് വി നോ, CSEET സിലബസ് അനൗൺസ് ചെയ്തപ്പോൾ ദേ വെർ വൈവ പോർഷൻ ഓൾസോ ഫോർ ദിസ് എക്സാമിനേഷൻ. But since the exam was conducted in remote proctored mode, Viva portion was removed and was replaced by MCQ questions in paper 4. So that each paper was carrying 35 questions and total 200 marks. And Viva voice MCQ questions were like dialogue based questions were there, fill in the blanks questions, fill the blanks with appropriate form of verb, like that questions were there, paragraph based questions were there. അതായിരുന്നു വൈവ വോയിസിന് പകരമായിട്ടുണ്ടായിരുന്ന MCQ. മെയിൻലി ലിസണിങ് സ്കിൽസ്, കോൺവെർസേഷൻ ബേസ്, ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കോൺവെർസേഷൻ, ഹസ്ബൻഡിൻ്റെ കോൺവെർസേഷൻ, വൈഫിൻ്റെ കോൺവെർസേഷൻ, അത് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കോൺവെർസേഷൻ എന്തായിരുന്നിരിക്കാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേറെ ദെയർ. അങ്ങനെയായിരുന്നു മെയിൻലി പേപ്പർ 4ൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ. എക്സാം വാസ് ഓൺ 29th August. It has been almost 1.5 months, but question papers has not been uploaded in the site yet.
Though I could not remember major portion of the questions, I have included the questions which I remember at the end of this video so that you can have an idea of how the questions will be asked. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, ജസ്റ്റ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് മാത്രം കുറച്ച് വിച്ച് ഐ കുഡ് റിമെമ്പർ ഐ ഹാവ് ഇൻക്ലൂഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. പാസിംഗ് ക്രൈറ്റീരിയ ദാറ്റ് ഈസ് 40% ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ പേപ്പേഴ്സ് ആൻഡ് 50% ഇൻ അഗ്രിഗേറ്റ്. ആ സ്കോർ മീറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ലൈക്ക് റിഫറൻസ് റീഡിംഗ് മെറ്റീരിയൽ, ഈ ബുള്ളറ്റിൻസ്, മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ വി വിൽ ബി ഏബിൾ ടു സ്കോർ മോർ ദാൻ 50% മാർക്സ്. ആൻഡ് നല്ല കോച്ചിങ്, അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ ഷുവറായിട്ടും ടോപ്പ് സ്കോറിന് അടുത്ത് തന്നെ വരാൻ പറ്റും എന്ന് തന്നെ തോന്നുന്നു. സിൻസ് ഐ ആം ഡൂയിങ് ആർട്ടിക്കിൾഷിപ്പ് ഐ വാസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് മെനി കോച്ചിങ് ക്ലാസ്സസ്. എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും പോർഷൻ അറിയാത്തുണ്ടെങ്കിൽ ഞാൻ എന്നെ പഠിപ്പിച്ച ലക്ഷ്യയിലെ തന്നെ ഫാക്കൽറ്റീസിനോടൊക്കെ ക്ലിയർ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്, അത്രയേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ്സ് ഓൾ. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ ദ എക്സാമിനേഷൻ ആൻഡ് താങ്ക് യു.